സെക്രട്ടറി പി ഗവാസിനെ രംഗത്തിറക്കാനാണ് CPIയുടെ നീക്കം. കടുത്ത മത്സരമുണ്ടായാൽ പോലും ജില്ലയിലെ ഏക മണ്ഡലം നിലനിർത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയെ തന്നെ രംഗത്തിറക്കാനുള്ള നീക്കം. ടേം വ്യവസ്ഥ കർശനമാക്കിയതോടെ 3 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച EK വിജയൻ മാറും. മണ്ഡലം നിലവിൽ വന്ന ശേഷം ഒരു തവണ മാത്രമാണ് നാദാപുരത്ത് CPI പരാജയമറിഞ്ഞത്. 14 തവണ പാർട്ടിയുടെ ഉറച്ച കോട്ടയായി നിന്ന മണ്ഡലം നിലനിർത്താൻ ഇത്തവണ പാർട്ടിയുടെ ജനകീയ മുഖമായ പി ഗവാസിനെ രംഗത്തിറക്കാനാണ് ആലോചന. യുവജന വിദ്യാർത്ഥി പ്രവർത്തന രംഗത്തെ ഇടപെടലുകളും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും പി ഗവാസിന് തുണയാകുമെന്നാണ് കണക്കുകൂട്ടൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഇടതുമുന്നണി നേരിട്ട തിരിച്ചടികൾ തടയുന്നതിന് ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ മറ്റൊരാളെ നിർത്തി സിറ്റിംഗ് സീറ്റിൽ കടുത്ത മത്സരം സൃഷ്ടിക്കേണ്ടെന്നാണ് പ്രാദേശിക ഘടകങ്ങളുടെയും നിർദ്ദേശം. 1960 മുസ്ലിം ലീഗിന്റെ ഹമീദ് അലി ഷംനാട് മാത്രമാണ് നാദാപുരത്ത് നിന്ന് UDFന് വേണ്ടി വിജയിച്ചത്. സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്. സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സലാം, നാദാപുരം ഈ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ ഫൈറ്റ് നടക്കേണ്ട മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ്. EK വിജയൻ മാറുമെന്ന് നേരത്തെ തന്നെ സൂചന ഉണ്ടായിരുന്നു, കാരണം 3 ടേം കഴിഞ്ഞതാണ്. അപ്പോൾ ഗവാസ് തന്നെയാണോ ഇനി പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളവരിൽ മുമ്പിൽ? സൈഫുൽ ജൽസി, ആ രീതിയിലാണ് പാർട്ടിക്കുള്ളിൽ CPIക്കുള്ളിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. നാദാപുരം സീറ്റ് സംബന്ധിച്ച് CPIയുടെ ഏറ്റവും ഉറച്ച ഒരു മണ്ഡലം തന്നെയാണ്. സാധാരണഗതിയിൽ 1960 മുസ്ലിം ലീഗിലെ ഹമീദ് അലി ഷംനാട് ജയിച്ചതൊഴിച്ചാൽ CPIക്ക് സ്ഥിരമായി MLA നൽകുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ നാദാപുരം നിലനിർത്തുന്നത് പാർട്ടിയുടെ അഭിമാന പോരാട്ടം എന്ന നിലയ്ക്ക് തന്നെയാണ് CPI കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്തുക എന്നതാണ് പാർട്ടിക്ക് മുമ്പിലുള്ള വഴി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി ഗവാസിനെയാണ് പരിഗണിക്കുന്നത്. പി ഗവാസിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തന പരിചയമുണ്ട്. ആ ഇടപെടലുകളൊക്കെ തന്നെ ഗുണമാകുമെന്ന ഒരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ ഉണ്ട്. കൂടാതെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ, അതായത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ തവണ വെച്ച പ്രകടനം, അത് ജനകീയ മുഖമെന്ന നിലയിൽ CPIയുടെ ജില്ലയിലെ തന്നെ ഏറ്റവും ജനകീയ മുഖമെന്ന നിലയിൽ പി ഗവാസിന് അനുകൂല ഘടകമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവാസിനെ ഇറക്കി ഈ സീറ്റ് നിലനിർത്തുക എന്ന് തന്നെയാണ് CPIക്കുള്ളിൽ ഇപ്പോൾ ആലോചന ഉള്ളത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വലിയ തിരിച്ചടി കോഴിക്കോട് ജില്ലയിൽ നേരിട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ പ്രധാനമായും ഈ നാദാപുരം മേഖലയിൽ നിന്നാണ് വലിയ തിരിച്ചടി മുന്നണിക്കുണ്ടായത്. അതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കി, അതായത് പി ഗവാസ് അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കി ഒരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പ്രാദേശിക ഘടകങ്ങളുടെയും അഭിപ്രായം. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഗവാസിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ CPIക്കുള്ളിൽ ശക്തമായിരിക്കുന്നത്. പി ഗവാസ് ആണെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി സംസ്ഥാനത്തൊട്ടാകെ മുന്നണി നേരിട്ടാൽ പോലും നാദാപുരം നിലനിർത്താനാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ CPI ഉള്ളത്. കാരണം നാദാപുരം മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ CH കണാരൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CH കണാരൻ മുതൽ CPI സംസ്ഥാന സെക്രട്ടറിയായ ഇപ്പോൾ നിലവിൽ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം വരെ വിജയിച്ചു വന്ന മണ്ഡലമാണ്. ആ രീതിയിൽ CPIയുടെ അഭിമാന പോരാട്ടം തന്നെയായിരിക്കും ഈ നാദാപുരം മണ്ഡലത്തിൽ നടക്കുക. CPIക്ക് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി വന്നാൽ അതൊരു പക്ഷേ പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോകാവുന്ന ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് CPIയുടെ ഭാഗത്തുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് CPI ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി ഗവാസിനെ തന്നെ മത്സരത്തിൽ ഇറക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.